ഈ LDFന് എന്ത് ധാർമ്മികമായ ബാധ്യതയാണ് ഈ വിഷയത്തിലുള്ളത്? കാരണം 2017 ഈ നീക്കം വന്നപ്പോൾ തന്നെ ഋഷിരാജ് സിംഗ് വളരെ കൃത്യമായി സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ വീര്യം കുറഞ്ഞ മദ്യം കിട്ടുമ്പോൾ കുട്ടികളാണ് ഏറ്റവും അധികം ഒരു ജ്യൂസ് വാങ്ങി കുടിക്കുന്ന ലാഘവത്തോടു കൂടി ഈ മദ്യം വാങ്ങാൻ പോകുന്നത് കുഞ്ഞുങ്ങളായിരിക്കും. ആ കുഞ്ഞുങ്ങൾ മദ്യാസക്തിയിലേക്ക് വരികയും പിന്നീട് വീര്യം കൂടിയ ഇനങ്ങളിലേക്ക് കുട്ടികൾ വഴുതി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. വലിയ ദുരന്തമാകും ഉണ്ടാകാൻ പോകുക. അതുകൊണ്ട് ഒരു തരത്തിലും ഇത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് കത്തെഴുതുന്നത്, നികുതി സെക്രട്ടറിക്ക് കത്തെഴുതുന്നത് ഋഷിരാജ് സിംഗ് ആണ്. പക്ഷേ ഋഷിരാജ് സിംഗിൻ്റെ ആ കത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ തുടർ നടപടികളുമായി നീങ്ങുകയായിരുന്നു. ബക്കാഡിയെ വിളിച്ചു വരുത്തുകയായിരുന്നു അന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് രഞ്ജിത്ത് 2018 ഈ മദ്യനയത്തിൽ മാറ്റം വരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാമെന്നുള്ള തീരുമാനം വരുന്നത് പോലും ആ സമയത്താണ്. അപ്പോൾ LDF ചെയ്ത അതേ കാര്യം തന്നെ VD സതീശൻ വന്നപ്പോൾ വളരെ കൃത്യമായത് ബജറ്റിലൂടെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എന്താണ് ധാർമ്മികമായ ഒരു അവകാശമുള്ളത് ഈ വിഷയത്തിൽ? നീലിമ, ഇതിനകത്ത് നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ച കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷം ഞാൻ ചോദിക്കട്ടെ, 2016-21 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ സുധീരൻ KPC അധ്യക്ഷനാകുന്നു. മദ്യനയത്തിൽ വലിയ തർക്കം വരുന്നു. വെറും 29 ബാറുകൾ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നു. 29 ബാറുകൾ. അവിടെ നിന്ന് LDF അധികാരത്തിൽ 10 വർഷം നിന്ന് ഒഴിയുന്ന സമയത്ത് കേരളത്തെ ബാറുകളുടെ എണ്ണം 849 പെട്ടിക്കടകൾക്ക് പോലും ബാർ ലൈസൻസ് കൊടുത്ത്. അവിടെ 2017 ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ബെക്കാടി അടക്കമുള്ളവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ജ്യൂസിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചർച്ച നടത്തിയത്. അവരെ ക്ഷണിച്ച് അവർക്ക് അവസരം കൊടുത്തതാണ്. ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഈ പഴകൃഷി നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും കേരളത്തിൽ 3 തരത്തിലുള്ള മദ്യമുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, വിദേശ നിർമ്മിത വിദേശ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 251% ടാക്സ് നികുതി. ആ നികുതി ഉള്ളപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് 70% മാത്രം നികുതി ചുമത്തിയവരാണ് ഈ LDF സർക്കാർ. വെറും 70%. അപ്പോൾ അത് മദ്യമല്ലേ? അത് തലയ്ക്ക് പിടിക്കില്ലേ? അതിൽ സ്പിരിറ്റിൻ്റെ കണ്ടന്റ് ഇല്ലേ, ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഇല്ലേ? അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് വെറും 70% നികുതി കുറച്ച ഒരു ഭരണകൂടം. ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ, ചർച്ച എന്താ? 150% നികുതി. അപ്പോൾ കുറച്ചു എന്നാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു മദ്യത്തിൻ്റെ നികുതി നിശ്ചയിച്ച ശേഷം അതിൽ നിന്ന് കുറച്ചു എന്ന് പറയാം. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇടത് സർക്കാർ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അത് ആദ്യമായി നിശ്ചയിക്കുകയാണ് ഇപ്പോൾ 150%. എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്പിരിറ്റ് കൺട്രോൾ, അതിലെ കണ്ടന്റ്, ആൽക്കഹോൾ കണ്ടന്റ് കുറവായതുകൊണ്ട് 150% അതിൻ്റെ നികുതി നിശ്ചയിച്ചു. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ഈ പറയുന്ന ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടതും ഈ കമ്പനികളെ വിളിച്ചു വരുത്തിയതും ഈ ഉൽപ്പാദനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും ഇടതു മുന്നണിയാണ്. ഇപ്പോൾ 3ാം തവണ പിണറായി വിജയൻ അധികാരത്തിലെത്തുമെന്ന് കരുതി എല്ലാം നടത്തിയ ഡീലാണിത്. ഒരു മിനിറ്റ് രഞ്ജിത്ത്, അതായത് 17/11/2021 11 രാവിലെ 11 മണിക്ക് 11:06 സമയത്ത് KR ജ്യോതിലാൽ, അദ്ദേഹമായിരുന്നു അന്ന് എക്സൈസ് അതുപോലെ നികുതി വകുപ്പിൻ്റെയൊക്കെ സെക്രട്ടറി, നോട്ട് നമ്പർ 4 ഖണ്ഡിക 4 കാണുക, ബക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് T ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഇറക്കിയത്. തീർച്ചയായിട്ടും എന്താണ് നിർവചനം പോലും അവരുണ്ടാക്കിയില്ല അന്ന്. ഇപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അനിലേട്ടന് അറിയാമല്ലോ, ഞാൻ വരികയാണ്. അപ്പോൾ ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ ഈ അട്ടഹാസങ്ങളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും എല്ലാം വെറും ഫ്ലോപ്പാണെന്നുള്ള യാതൊരു സംശയമില്ല. ഇത് 3ാം തവണ അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂടെ ഉള്ളവർക്കും കോടിക്കണക്കിന് രൂപയുടെ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്താനുള്ള ഒരു വകുപ്പ് സംവിധാനമായിരുന്നു. അല്ല, ഞാൻ ആലോചിക്കുക, ഈ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ കഞ്ചിക്കോട്ട ബ്രൂവറിയെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാത്തത്? കഞ്ചിക്കോട്ട മാത്രമല്ല, അതെ, അത് നമ്മളിപ്പോൾ എലപ്പുള്ളിയിലെ പോലെ മാത്രമല്ല കഞ്ചിക്കോട്ടുമുണ്ട്. കഞ്ചിക്കോട്ട് നടത്തിയിട്ടുള്ള ബ്രൂവറിക്ക് അനുമതി കൊടുത്തതിന്റെ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. അത് ജനൻ TV ആണ് പുറത്തു കൊണ്ടുവന്നത്. 600 കോടി ചെലവിൽ കഞ്ചിക്കോട്ട് ഒരു ബ്രൂവറി തുടങ്ങാനുള്ള ഉത്തരവ് കഴിഞ്ഞ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, അതിൻ്റെ ഒരു കണക്കാണ് പറയുന്നത്, 10 ലക്ഷം
ഹെക്ടോലിറ്റർ ശേഷിയുള്ള ബ്രൂവറി സ്ഥാപിക്കാനാണ് കഴിഞ്ഞ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ഇത് എലപ്പുള്ളിയിലെ കാര്യം കോടതിയിൽ പോയതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് പോയി. എന്നാൽ ഈ സ്ഥാപനത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. കഞ്ചിക്കോട്ടെ സ്ഥാപനത്തിൽ അതിൻ്റെ പേര് ഒയാസിസ് എന്ന് പറയുന്ന ഒരു ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ആദ്യഘട്ടത്തിൽ 16 ലക്ഷം സ്റ്റോറേജ് ശേഷിയുള്ള വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, രണ്ടാം ഘട്ടത്തിൽ എഥനോൾ യൂണിറ്റ്, മൂന്നാം ഘട്ടത്തിൽ മാൾട്ട് സ്പിരിറ്റും ബ്രാൻഡിയും വൈനും ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റുകൾ, നാലാം ഘട്ടത്തിൽ 10 ലക്ഷം ഹെക്ടോലിറ്റർ ശേഷിയുള്ള ബ്രൂവറി. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ തന്നെ പുതിയ ബ്രൂവറികൾക്ക് കേരളത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ട് രഹസ്യമായി. അന്ന് ഇവർ മിണ്ടാതിരുന്നു, ഇവരിത് ചോദ്യം ചെയ്തില്ല, വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ അപ്പോഴെന്ത് ചെയ്തു? അവർ മൗനം പാലിച്ചു. എന്തുകൊണ്ട്? ഇതെന്താ ഇവരൊന്നും കുത്തിപ്പോക്കാത്തതെന്നുള്ളതാണ്. അതാണ് ഈ ഡീൽ എന്ന് പറയുന്നത്. അത് ഒരു ഇടവേള അനിവാര്യമാണ്. ഇതാണ് BJP പറയുന്ന ഡീൽ എന്ന് പറയുന്നത്. VD സതീശനും കർണാടകയിലെ മദ്യ ലോബിയും തമ്മിലുള്ള ചില ഇടപെടലുകൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഉണ്ട് എന്ന് BJP പറഞ്ഞു വെക്കുന്നത് അതൊരു ഡീലാണ്. അത് ഇടത് വലത് വ്യത്യാസമില്ലാത്തൊരു ഡീലാണ്.